ഓക്കെ. നമുക്കപ്പോൾ ആദ്യം നമുക്ക് എന്ത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എംബ്രോയ്ഡറി മാർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ആവശ്യമാണ്? പാറ്റേൺസ് ആവശ്യമാണ്. ഇതിൽ നമുക്ക് രണ്ട് രീതിയിലാണ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ബ്രൗൺ പേപ്പറിൽ വിത്തൗട്ട് സീം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് സീം അലവൻസ് ഇട്ടിട്ടില്ല, ഇതിനൊന്നും എന്താ പറയുക തയ്യൽ തുമ്പ് വന്നിട്ടില്ല. ഇത് കറക്റ്റ് പാറ്റേൺ ആണ്. നമ്മൾ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക? തയ്യൽ തുമ്പ് ഇടുക. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയൽ നമ്മൾ ലൈനിങ് മുറിക്കുമല്ലോ, ലൈനിങ് മുറിക്കാൻ നേരത്ത് സീം അലവൻസ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് നമ്മൾ ലൈനിങ് എങ്ങനെയാണോ പാറ്റേൺ കട്ട് ചെയ്യുന്നത് അതിന്റെ ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ മെറ്റീരിയൽ വേണ്ടതെന്ന് നോക്കി, ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് ആ മെറ്റീരിയൽ നമ്മൾ വിരിച്ചിടുക. അപ്പം മെറ്റീരിയൽ വിരിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്ക് എന്തിൻ്റെയൊക്കെ പാറ്റേൺസ് നമുക്ക് ആവശ്യമാണ്, എവിടേക്കാണോ എംബ്രോയ്ഡറി വേണ്ടത് അതിൻ്റെ എല്ലാം പാറ്റേൺസ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടാവണം. ഒന്ന് സ്ലീവ്, പിന്നെ ഫ്രണ്ട് പോർഷൻസ് ഉണ്ടാവും, ഇപ്പം നെക്ക് വരുന്ന ഏരിയ ഉണ്ടാവും, ബാക്കിലും എംബ്രോയ്ഡറി വരുന്നുണ്ട്, ബാക്കിൻ്റെ പാറ്റേൺസും വേണം. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയലിൽ പ്ലേസ് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ 2-3 പാറ്റേൺസ് വെറുതെ കാണിച്ചു തരാം. ഇങ്ങനെ പാറ്റേൺസ് ഇട്ട് വെച്ചാൽ ഇത് സ്കേർട്ടിന്റെ പാറ്റേൺ ആണ്, താഴത്തേക്ക് വരുന്ന സ്കേർട്ടിന്റെ പോർഷൻ ആണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മെറ്റീരിയൽ തികയുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ചോക്ക് വെച്ചിട്ട് നമ്മളിത് മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ ചോക്ക് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പെൻസിലിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ചോക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മാജിക് ചോക്ക് കിട്ടും, പെൻസിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പാറ്റേൺസ് നമ്മൾ തുണിയിലേക്ക് ട്രേസ് ചെയ്യണം. അപ്പോൾ ട്രേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് എന്താണ് വിത്തൗട്ട് സീം അലവൻസ് ആണ് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ഒന്നും തയ്യൽ തുമ്പ് വരുന്നില്ല. അങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഏതൊരു പോർഷനിലേക്കാണോ ഹാൻഡ് വർക്ക് വേണ്ടത് ആ ഒരു പോർഷനിലേക്കാണ് നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത്. മെറ്റീരിയൽ തികയുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട പെൻസിൽ എന്ന്, ഇതിപ്പോൾ ഞാൻ നോർമൽ പെൻസിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ട്രേസിങ് പെൻസിൽസ് വാങ്ങാൻ കിട്ടും, വൈറ്റ് കളറും ബ്ലാക്ക് കളറും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അത് ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതാണ് ബേസിക് ബോഡി നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ യോക്ക് പോർഷൻ ആണ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് ഇടണം. എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? ഹാൻഡ് വർക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, അപ്പം ഈ നമുക്ക് നെക്കിലാണ് വർക്ക് വരുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ നെക്ക് ലൈൻ വരുന്നത്. ഇതിൻ്റെ താഴത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വരക്കണമെങ്കിലും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ തുണിയിൽ വരച്ചതിന് പകരം നമ്മളൊരു പേപ്പറിലേക്ക് വരക്കാം. പേപ്പറിലേക്ക് വരച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോ ചെയ്യണം. നമുക്ക് എങ്ങനെയാണോ ഡിസൈൻസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഡ്രോ ചെയ്യണം. ഇതിപ്പം ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതിയാവും. അപ്പം നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.